സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് മിന്നും ജയം. 18 സീറ്റുകളിലാണ് UDF വിജയിച്ചത്. LDF ഒരു സീറ്റിലും ഇതാദ്യമായി തൃശൂരിലൂടെ BJP ഒരു സീറ്റിലും വിജയിച്ചു. രാഹുൽ തരംഗം പ്രകടമായ 2019 പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമുയർത്തി UDF സ്ഥാനാർത്ഥികൾ. 7 ഇടങ്ങളിൽ 1 ലക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. തൃശൂരിൽ താമര വിരിയിച്ച് സുരേഷ് ഗോപി. LDF 2ാം സ്ഥാനത്തെത്തിയപ്പോൾ K മുരളീധരൻ തുടക്കം മുതൽ 3ാം സ്ഥാനത്ത് തുടർന്നു. ജനങ്ങളെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും സുരേഷ് ഗോപി. തൃശൂർ ഞാൻ എടുത്തതല്ല, അവർ എനിക്ക് തന്നതാണ്. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല, സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന് സംഭവിച്ചത് അപ്രതീക്ഷിത തോൽവിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപകടകരമായ നീക്കം നടക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞതാണ്. BJP CPM ഗൂഢാലോചന നടത്തി, അതാണ് തൃശൂരിലെ തോൽവിക്ക് കാരണമെന്ന് VD സതീശൻ. ചാലക്കുടിയിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാൻ വിജയിച്ചു. 63,754 വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ വിജയിച്ചത്. LDFിലെ C രവീന്ദ്രനാഥാണ് തൊട്ടുപിന്നിൽ. 2020 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ഇവിടെ സമാഹരിച്ചു. വയനാടൻ മഞ്ഞൾ എന്ന സംഗീത ആൽബത്തിന്റെ വിജയാഘോഷം കൊടുങ്ങല്ലൂരിൽ നടന്നു. റിയാലിറ്റി ഷോ ഫെയിം ഗ്രീഷ്മ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MH മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തിന് സൗഹൃദം ജംഗ്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. E.T. ടൈസൺ MLA പ്രഖ്യാപനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. കൊരട്ടി വിസ്ത അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാളിന് കൊടികയറി. വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മാത്യു കല്ലിങ്കൽ കൊടി ആശീർവദിച്ച് പതാക ഉയർത്തി. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഉമ്മർ മുള്ളൂർക്കരയ്ക്ക് യാത്രയയപ്പ് നൽകി. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ഡോക്ടർ M. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.